ചെല്ല, ഞാൻ ആ ക്യാബിനെ ഒന്ന് കണ്ടിട്ട് വരാം. അവളെ കാണാൻ തന്നെ നല്ല ചന്തമുണ്ടായിരുന്നു. അവൾ ആടുകൂടെ ചെയ്താൽ നീ ഇവിടേക്ക്, ഞാൻ ഉടനെ വരാം. ഇല്ല, ഞാൻ വിടില്ല ഒരിക്കലും. ജേസന് ഞാനില്ലേ, എന്നെ മാത്രം കണ്ടാ മതി. മതിയോ? തീർച്ച? എങ്കിൽ എനിക്ക് നീ മതി. ഞാനാ. ഞാൻ പേടിച്ചു പോയി. എന്താ വീട്ടിൽ പോരായില്ലേ? സമയം എത്രയെന്നറിയോ? തന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇന്നും അല്ലാതെ കുടിച്ചു അല്ലേ? ഞങ്ങളെ പോലുള്ളവർക്ക് ആരെയും ഉപദേശിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ പോട്ടെ, കൂട്ടുകാരൊക്കെ പോയോ? അവന്മാരെല്ലാം പോയി. എനിക്കിന്ന് അനിതയുടെ കൂടെ കിടന്ന് ഉറങ്ങണം. ഇപ്പോഴോ? വേണ്ട, മോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, പിന്നീടാവാ. എന്താ പോരെ? തന്നെ എടുത്തോണ്ട് പോവാനാവില്ലല്ലോ. ആവില്ല ആർക്കും. എന്റെ ജീവിതം ഇത്രത്തോളമായി. എനിക്കിനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, എന്റെ മകൾ മിനി. അവൾക്ക് ഈ ഗതി വരരുത്. അജിത് എന്നെ സഹായിക്കില്ലേ? തീർച്ചയായും. അയ്യോ മോള്. ആര് വരുന്നു? കുട്ടി, എന്താ ഈ കഴുതപ്പുറത്ത് ഞങ്ങളൊന്ന് കയറ്റാമോ? അങ്കിൾ, ഇത് കുതിരയാ. ഈ ഹോട്ടലിലുള്ളതാ, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. ഞാൻ കുതിരക്കാരനെ വിളിക്കട്ടെ? വേണ്ട, ഞങ്ങൾ കയറിക്കോളാം. ചെല്ല, നീ തന്നെ കയറി. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. അതൊന്നും പറ്റില്ല. നീ ഈ കുതിരപ്പുറത്ത് കയറി ജാൻസിറാനെ പോലെ പറക്കുന്നു കാണണം. വാ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. എന്താ പേടിക്കുന്നത്? ഞാൻ വീഴും. വീഴൊന്നുമില്ല, കേറ്. പോട്ടെ പോട്ടെ പോട്ടെ. അയ്യോ, കഷ്ടായി പോയി. അങ്കിളാണ് വീഴ്ത്തിയത്. ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം. സോറി സ്റ്റെല്ല. വരൂ, നമുക്ക് റൂമിലേക്ക് പോവാം. ഹലോ. ഹലോ. കീ പ്ലീസ്. സർ, മാനേജർക്ക് അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ജസ്റ്റ് എ മിനിറ്റ്. സർ, മിസ്റ്റർ ജെയ്സൺ വന്നിട്ടുണ്ട്. ഓക്കെ സർ. ഗുഡ് ഈവനിങ് മിസ് ജേസൺ. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് ഹണിമൂണൊക്കെ? കൊള്ളാം. സോറി മിസ് ജേസൺ, ഇന്ന് നിങ്ങൾ ആ കോട്ടേജ് ഒഴിയണം. ആ കോട്ടേജ് ബുക്ക് ചെയ്തിരിക്കുന്ന അടുത്ത പാർട്ടി ഇന്നെത്തും. നിങ്ങളുടെ ബുക്കിംഗ് ഇന്നലെയോട് തീർന്നു. സർ, കുറച്ച് ദിവസം കൂടി. നോ, ഐ എം വെരി സോറി മാഡം. ഞങ്ങൾക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ഒരു 2 ദിവസം കൂടി. അതിന് ഇവിടെ കോട്ടേജ് ഒന്നും ഒഴിവില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. എങ്കിൽ കൂടുതലാരും പ്രിഫർ ചെയ്യാത്തൊരു കോട്ടേജ് ഉണ്ട്, കോട്ടേജ് നമ്പർ 13. നിങ്ങൾക്ക് അത് മതിയെങ്കിൽ അത് മതി. ജോയ്, ഇവർക്ക് ആ 13 നമ്പർ കോട്ടേജ് കൊടുക്കൂ. യെസ് സർ. ഓക്കെ, താങ്ക് യു. ഫെർണാണ്ടസ്. യെസ് സർ. ഹലോ സർ. ഇവരുടെ ലഗേജുകൾ 13 നമ്പർ കോട്ടേജിലേക്ക് മാറ്റൂ. ഓക്കെ സാർ. 13 നമ്പറല്ലേ? അതെ. അല്ലേ മാം? ഓ മൈ ഗോഡ്, ഇനി ഒരു ദുരന്തവും കൂടി കാണണമല്ലോ എന്റെ കർത്താവേ. ചേക്കോ മാം, ചാക്കോ. എന്താ? വാ 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 വാ. എന്താ? അത് ഇപ്പൊ പോയ പാർട്ടിയില്ലേ, അവരെ 13 നമ്പറിലേക്ക് ഒന്നാക്കി കൊടുക്കൂ. എടാ, നല്ല പാർട്ടിയാടാ, നല്ല ടിപ്സും കിട്ടും, അറിയാവോ? സ്രാവുണ്ട്. ഫാമിലീസിന് ഫാമിലി മാൻ സർവേ ചെയ്താൽ മതി.
എനിക്ക് അവിടെ ഒരു ബാച്ചിലർ ഉണ്ട്, ഞാൻ അയാൾക്ക് സപ്ലൈ ചെയ്തോളാം, എനിക്കും അവിടെ ടിപ്സ് കിട്ടും. ഞാൻ ഏതായാലും ബാച്ചിലർ അല്ലേ. അല്ല അല്ല സാറേ, അല്ല എന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എന്താ? അല്ല ഒന്നും പറയണ്ടല്ലോ വിശേഷിച്ച്. അല്ല ഞാൻ ഈ 13-ാം നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള 13 താക്കോൽ താക്കോൽ താക്കോൽ. ഹായ്, മനോഹരമായ മുറി. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കിളിക്കൂട് പോലെ അല്ലേ ജേസൺ? ശരിയാണ്, ഒരു കിളിക്കൂട് തന്നെ. ഈ കിളിക്കൂട്ടിൽ ഒരാൺകിളിയും പെൺകിളിയും തനിച്ച് ഇങ്ങനെ. സാറേ, ഒരു കാര്യം, ഈ കോട്ടേജിൽ അസമയങ്ങളിൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതെന്താ പറഞ്ഞേട്ടാ? കർണേട്ട, എന്റെ മാഡം, ഈ കോട്ടേജിൽ ആരെങ്കിലും താമസം തുടങ്ങിയ സാധാരണയായി ഞാൻ ലീവ് എടുക്കാറാണ് പതിവ്. ഇപ്പൊ ലീവില്ല, തന്നെയല്ല ഉള്ളതെല്ലാം എടുത്ത് തീർത്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറിനെ ബുദ്ധിമുട്ടിക്കരുത്. അതേതായാലും ഉണ്ടാവില്ല, താൻ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ടാ മതി. അയ്യോ, അതുണ്ടാവില്ല സത്യം. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഫെർണാണ്ടസ്, എന്ത് പറ്റി ഫെർണാണ്ടസ്? എന്ത് പറ്റിയെന്നോ? ഒന്നും പറ്റിയില്ല, ഇപ്പൊ പറ്റും. ഇനി ഏതാനും മണിക്കൂറുകൾ, ഇനി നമ്മൾ തമ്മിൽ എപ്പോഴാ ഒന്ന് കാണുക? എപ്പോഴാ കാണുക? സൗകര്യം ഉള്ളപ്പോ കാണാം. താഴെപ്പോ ഇനിയിപ്പോ സൗകര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാ കിടപ്പ്. അയാളൊരു പാവമാണല്ലേ? നല്ല പാവം. ഇല്ല, ഞാനില്ല. ജേസൺ കളിക്കുന്ന മുഴുവൻ കള്ളക്കളിയാ. ഒറ്റയ്ക്ക് ഞാൻ കളിച്ചാ മതി. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ഒരു കളി ഞാനും ജയിക്കണ്ടേ? ദേ, ആ പരമ ബോറടി വന്നിട്ടുണ്ട്. എന്റെ ഫെർണാട്ടൻ, ചെന്ന് വാലോർക്ക്, ഞാൻ ചീട്ടിടാം. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. വരൂ. അല്ല, ഇതാരും മിനിയോ? ഇരിക്കൂ, ഒരു റൗണ്ട് കളിക്കാം. മിനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പറയട്ടെ? എനിക്കൊന്നും വേണ്ട. ഒരു ചായയെങ്കിലും? ഒന്നും വേണ്ട. ആന്റി, ഞാനൊരു കാര്യം പറയാനാ വന്നത്. ആരോടും പറയരുതേ. എന്താ മിനി? പറയൂ. ഈ കോട്ടേജിൽ പ്രേതമുണ്ട്. പ്രേതോ? എങ്കിലും എനിക്ക് അതിനെ പിടിക്കണം. സ്റ്റെല്ല, നമുക്കതിന്റെ തലയിൽ ഒരു ആണയടിച്ച് നാട്ടിൽ കൊണ്ടുപോവാം. തമാശയല്ല അങ്കിൾ, കാര്യമായിട്ടോ. ചിരിക്കാൻ പറഞ്ഞതല്ല. മിനി പറയൂ. ഓക്കെ. മിനി പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? അത് പണ്ടിതൊരു സായിപ്പിന്റെ ബംഗ്ലാവായിരുന്നു. ജാക്സൺ സായിപ്പിന്റെ. സായിപ്പിന് ഇവിടുത്തെ തമ്പുരാന്റെ മകളോട് വലിയ പ്രേമമായിരുന്നു. ഒരിക്കൽ തമ്പുരാൻ അറിയാതെ പാർവതി തമ്പുരാട്ടി ജാക്സൺ സായിപ്പിനെ കാണാൻ ഈ ബംഗ്ലാവിൽ വന്നു. തമ്പുരാൻ ഇതറിഞ്ഞു.